കത്തുന്ന വെയിൽ, പൊള്ളുന്ന ചൂട്, ആകാശത്തൊരു മഴക്കീറ് പോലുമില്ല. നിങ്ങൾക്ക് കാണാം നല്ല വെയിലും അതോടൊപ്പം തന്നെ എൻ്റെ നിഴലും ഒക്കെ കാണാം. അത്രയ്ക്ക് ചൂടുണ്ട്. ആ ചൂട് സമയത്താണ് പറയുന്നത് UAE-യിൽ ഇന്ന് മഴ പെയ്യുന്നു. പറയുന്നത് UAE-യിലെ വെതർമാൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മലയാളി സജാദ്. ഷാർജയിലെ ഒരു സ്ഥലമാണ്, അവിടെ മഴ പെയ്യുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഏതായാലും അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ശരിയാണ് എന്നറിയാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഏതായാലും മഴ പോയി നോക്കാം. മഴയുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഇവിടെയൊക്കെ നല്ല വെയിൽ, പൊള്ളുന്ന വെയിലാണ് ഈ കാണുന്നത് പോലെ. ഏതായാലും നല്ല വേർത്ത് ഒഴുകുന്നുണ്ട്. നമ്മൾ പോയി നോക്കാം. മഴ പെയ്ത് നനയോ അതോ വേർത്തിട്ട് നമ്മൾ നനയോ എന്നുള്ളത് നമുക്ക് കാണാം. ഷാർജയിലെ മലീഹ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. 100-120 കിലോമീറ്റർ സ്പീഡിൽ മണിക്കൂറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12:30 ആയിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ആ ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല AC ഒക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയെ തേടിയാണ് നമ്മൾ പോകുന്നത്, ഒരു വെയിലിലൂടെ. നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായി മലീഹ റോഡിലൂടെ യാത്ര തുടങ്ങിയിട്ട്. ദൂരെ മഴയെ തേടി പോകുന്നവരുടെ കൂട്ടമുണ്ട്. അവർ അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. അവരെ നമ്മൾ കണ്ടതിന് ശേഷം അവരോടൊപ്പമായിരിക്കും നമ്മുടെ യാത്ര. വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ UAE-യിലെ വെതർമാൻ എന്നറിയപ്പെടുന്ന സജാദും ടീമും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം വലിയ ആവേശമുണ്ട്. സജാദിന് അല്പം ടെൻഷനുണ്ടാവും. സ്വാഭാവികമായിട്ടും സജാദാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് മഴയുണ്ടാകും കാണാമെന്ന്. സജാദാണെങ്കിൽ വേർത്ത് ഒഴുകി നിൽക്കുകയാണ്. സജാദ്, മഴ ഇപ്പോൾ വേർത്ത് നിൽക്കുന്നു. ഇനി അവിടെ എത്തുമ്പോൾ മഴയിൽ നനയാൻ ഉറപ്പാണോ? ഷുവറായിട്ടും. നമ്മളിപ്പോൾ ഷാർജ മലീഹ റോട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പം ഏകദേശം ഒരു 45-47 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത് ഇപ്പോൾ. ഇനി നമ്മൾ മഴ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മസാഫിയുടെയും മദാമിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡായിട്ടുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ക്ലൗഡ്സ് വന്നു തുടങ്ങും, പിന്നെ മഴ പെയ്യും. നമ്മൾ കുട ചൂടി നിൽക്കുന്നു, പൊള്ളുന്ന വെയിൽ. അതുകൊണ്ട് തന്നെയാണ് കുട പിടിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മഴയെ അതിജീവിക്കാൻ വേണ്ടി കുട പിടിക്കേണ്ടി വരുമെന്നാണ് സജാദ് പറയുന്നത്. നമുക്ക് സജാദിന്റെ വാക്കുകൾ ശരിയാണോ എന്നൊക്കെ അല്പം കഴിയുമ്പോൾ തന്നെ അറിയാം. സജാദിനൊപ്പം വെതർമാനൊപ്പം പോകുന്ന കുറേ ആളുകളുണ്ട്. മുൻപ് പോയിട്ടുള്ള ആളുകൾ, ആദ്യമായിട്ട് പോകുന്ന ആളുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഒരുപാട് മഴ ആസ്വദിച്ച ആളുകളാണ്. പക്ഷേ ഇവിടെ ഈ 48-50 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ ഒരു മഴ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അത് എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സജാദ് ഭായി പറയുന്നത്. അധികം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടെ മരുഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും. ഇവിടെ ആണെങ്കിൽ ഈ വേനലിൽ മഴ കിട്ടാതെ അത്രയും നല്ല ചൂട് മഴ കിട്ടാതെ പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ. ദുബൈയിൽ സമ്മറിൽ റെയിൻ എന്ന് പറഞ്ഞൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മളിത് ആളെ ഫോളോ ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. 10-30-ലധികം ആളുകളുണ്ട് ഈ മഴയാത്രയിൽ. ഓരോ ആളുകളും അവരുടെ വാഹനത്തിൽ ഇതാ വരിവരിയായിട്ട് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ നമ്മുടെ വെതർമാൻ സജാദ് ഉണ്ട്. കൂടുതൽ മഴക്കാറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചൂടിനും അല്പം ഒരു ശമനമുണ്ട്. ആകാശത്ത് മഴക്കീറുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് മഴമേഘങ്ങൾ കാണാം. ആ മഴമേഘങ്ങൾ പയ്യെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് നമുക്ക് കാണാം. ഒരേ ദിശയിലേക്ക് മഴമേഘങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് നമ്മളും പോകുന്നത്. മഴയെ തേടി നമ്മൾ പലയിടങ്ങളിലെത്തി. ഷാർജ മലീഹയിൽ പലയിടത്ത് നമ്മൾ കറങ്ങി. കാറ്റിനനുസരിച്ച് മഴമേഘങ്ങൾ തെന്നി നീങ്ങി. നമ്മൾ മഴമേഘങ്ങളെ പിന്തുടർന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ധാരാളം പേരുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഈ മലമ്പ്രദേശത്ത് മഴ കാണാനും ആസ്വദിക്കാനും ഒക്കെയായി പലയിടങ്ങളിൽ നിന്ന്, ഷാർജയിൽ നിന്നും ഫുജൈറയിൽ നിന്നും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഹത്ത ഭാഗത്തു നിന്നും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. കുടുംബം അടക്കി ആളുകൾ വന്നിട്ടുണ്ട്. വാരാന്ത്യം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ധാരാളം പേര് എത്തിയിട്ടുണ്ട്. കുറേ നാളുകളായി UAE-യിലെ കാലാവസ്ഥയ്ക്ക് എന്താണ്, എപ്പോഴാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് വെള്ളപ്പൊക്കത്തിന് സാധ്യത, എന്താണ് കാലാവസ്ഥ എന്നറിയാൻ വേണ്ടി ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്, മലയാളികളൊക്കെ നന്നായിട്ട് ആശ്രയിക്കുന്നത് സജാദിനെയാണ്. സജാദ്, എങ്ങനെയാണ് സജാദ് മഴയുടെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത്? അതൊരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുകയാണ്. നമ്മളിവിടെ വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ
ഒരു മൺസൂൺ ഉള്ള സമയത്ത് ആണ് ഞാൻ ദുബായിലേക്ക് വന്നത്. അപ്പോൾ ദുബായിൽ വന്ന സമയത്ത് ഇവിടെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടിലേക്കുള്ള ട്രാൻസിഷൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഈ കളിയാക്കിക്കൊണ്ട് പറയുമല്ലോ, പണ്ട് റേഡിയോയിലൊക്കെ പറയുന്നത് പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രവചനം വരുന്നതും അതോ സമയം സജാദ് കൃത്യമായിട്ട് ഇത് പറയുന്നത്? ആക്ച്വലി കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്നത് ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ്. പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ്. എന്നാലും നമ്മൾ സ്കില്ല് കുറച്ചുകൂടെ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 80 to 90% ഒക്കെ ആക്യുറസി നമുക്ക് പറയാൻ പറ്റും. കാത്തിരുന്ന അവസാനം മഴ എത്തിയിരിക്കുന്നു. സജാദ്, മഴയുള്ള സ്ഥലത്ത് ഒടുവിൽ നമ്മൾ എത്തി. നമ്മൾ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ ഡ്രൈവ് ചെയ്തെങ്കിലും ഓക്കെ, ഇനിയും എന്താ പറയുക, നമ്മൾ കൂടുതൽ മഴ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും ചിലപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നു. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. എന്നാലും ക്ലൗഡ്സിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ആ ഭാഗത്തേക്കായിട്ടായിരിക്കും ഉണ്ടാവും. ഈ പറയുന്നത് പോലെ വേനൽക്കാലത്ത് കൂടുതൽ മഴയ്ക്ക് സാധ്യത ഉണ്ടോ? എന്തുകൊണ്ടാണത്? എല്ലാ വർഷവും ഏകദേശം ഞാനിപ്പം 10ാമത്തെ വർഷമാണ് ഇവിടെ. അപ്പം എൻ്റെ 10 വർഷത്തെ ജീവിതത്തിൽ എല്ലാ വർഷവും ഞാൻ ഇവിടെ വേനൽക്കാലത്ത് മഴ കാണാറുണ്ട്. എല്ലാ വേനൽക്കാലത്തും സമ്മർ എന്ന് പറയുന്ന ഒരു ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ, അതുപോലെ അതിനുശേഷം ഓട്ടം എന്ന് പറയുന്ന സമയങ്ങളിൽ, ഒക്ടോബർ നവംബർ സമയങ്ങളിലും ഇവിടെ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം മഴ ഉണ്ടാകും. പല സ്ഥലത്തും നമ്മൾ കറങ്ങി മഴയെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ മഴയുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുന്നു. ഷാർജ, ഫുജൈറ, റാസൽ ഖൈമയ്ക്കൊക്കെ നടുക്കായിട്ടുള്ള മലയോര മേഖല, ഇവിടെയാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. കഴിഞ്ഞ 10-15 മിനിറ്റ് ആയിട്ട് നല്ല തകർപ്പൻ മഴയുണ്ട്. ഏതായാലും നമ്മുടെ പ്രവചനങ്ങളും നമ്മുടെ പ്രതീക്ഷകളും ഒന്നും അസ്ഥാനത്തായില്ല. ശക്തമായിട്ടുള്ള കാറ്റുമുണ്ട്. ഒന്നും പറയാനില്ല, ഇടുമഴ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഉച്ചക്ക് ഇറങ്ങിയിട്ടെന്ന് വെച്ചാൽ നല്ല പൊരിഞ്ഞ ചൂടായിരുന്നു. 42 അല്ലേ, 45 അത്ര ഉണ്ടായിരുന്നു. 50 ഡിഗ്രിയുടെ അടുത്ത് 50 ഡിഗ്രി ഉണ്ടായിരുന്നു. ആ ചൂടത്ത് ഇങ്ങനെ ഒരു മഴ എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കില്ല, സത്യം പറഞ്ഞാൽ അല്ലേ? ആരെയും വിശ്വസിക്കോ? ഇങ്ങനെ മഴ അന്വേഷിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സമയത്തും വരാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ അപ്ഡേറ്റ് ചെയ്യും, അത് നോക്കിയിട്ട് ഇങ്ങോട്ട് പോരും. UAE താമസിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ വേനൽക്കാലത്ത് 50 ഡിഗ്രിക്ക് അടുത്ത് എത്തി നിൽക്കുന്ന ചൂടിൽ മഴ ആസ്വദിക്കണമെങ്കിൽ സജാദ് വെതർമാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. സജാദ് നിങ്ങളെ മഴയുള്ള സ്ഥലത്ത് കൊണ്ടുപോകും.